കുറുപ്പമ്പടി തിയേറ്റർ പടിയിൽ അപ്പോൺസറി വർക്ക് ചെയ്യുന്ന ആളാണ് CS ദിലീപ്. അദ്ദേഹത്തിനെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു കസ്റ്റമർ കടയിൽ കയറി വാക്കുതർക്കത്തെ തുടർന്ന് ആക്രമിക്കുകയും തലയ്ക്ക് 4 സ്റ്റിച്ചുമുണ്ട്. ഇപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പക്ഷേ ആദ്യം താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടി പോയത്. അവിടെ MRI സ്കാൻ ഇല്ലാത്തത് മൂലം പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോരുകയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം മൊഴി കൊടുക്കാനായി പോയപ്പം ഏകദേശം ഒരു 5:30 സമയത്ത് ചെന്നിട്ട് രാത്രി ഒരു 11 മണി വരെ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു അവസ്ഥയിൽ രാത്രി 11 മണി വരെ അവിടെ നിർത്തിയെന്നാണ് ഒരു ആക്ഷേപം. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുറുപ്പമ്പടിയിൽ ഫുൾഗർ അപ്പോൺസറി ഷോപ്പ് ഉടമയായ CS ദിലീപിനെ ഷോപ്പിലെത്തിയ ആൾ ആക്രമിച്ചത്. കല്ലെടുത്ത് ദിലീപിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ദിലീപിനെ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയിൽ 4 സ്റ്റിച്ചുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടിയുടെ സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കടയിൽ വന്നു. അപ്പോൾ അന്ന് സീറ്റ് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ പുറകിലൊരു പോക്കറ്റ് ഉണ്ടായിരുന്നു നിലവിൽ വണ്ടിക്ക്. അപ്പോൾ അതിൽ പാർപ്പൊടിയൊക്കെ കിടക്കണ ഞാൻ ഈ തവണ കവറടിച്ചപ്പോൾ ആ പോക്കറ്റ് വെച്ചില്ല. അപ്പോൾ ആ വണ്ടി സീറ്റ് പണിത് കഴിഞ്ഞ് വണ്ടി കൊണ്ടുപോയി ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വന്ന് ഇപ്പോൾ പോക്കറ്റ് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പോൾ ഇന്ന് സമയമില്ല, തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച വരുമ്പോൾ അവന് പറ്റില്ല, അവൻ ഓട്ടം കളഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ തന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ വേറെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയണം, തിങ്കളാഴ്ച പോലെ തിരക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം തന്നെ എന്നെ കൊണ്ട് പണിയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടെ പിടിച്ച് വലിച്ച് മറിച്ച് വീഴ്ചിട്ട് അപ്പോൾ അവിടെ ഒരു കല്ല് കിടക്കണ്ടായി. ആ കല്ല് എടുത്തിട്ട് നേരെ തലക്കിട്ട് ഇടിച്ചപ്പോൾ ചോര അവിടെ ഒഴുകിയാണ്. പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഭാഗത്ത് ഞാൻ ആശുപത്രിയിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ വന്ന് അവിടെ ഡോക്ടറെ കണ്ട ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അവിടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്കാനിങ് ഇല്ലാത്ത കാരണം 5:30 മണിയായി. ഇപ്പോൾ ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് പോകുന്നത് 11 മണിക്കാണ് ഞാൻ പിന്നെ തിരിച്ച് ഇവിടെ വന്നത്, ഈ ഹോസ്പിറ്റലിൽ വന്നത്. 8:30-9 മണിയായപ്പോഴാണ് അവിടെ SI വന്നത്. SI വന്ന് പരാതി പെട്ടിട്ട് പിന്നെ എന്നെ അവിടെ വെയിറ്റ് ചെയ്തിരുത്തി. 11 മണി, രാത്രി 11 മണിയായി ഞാൻ ഇവിടെ വന്നപ്പോൾ. ഇത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. MRI സ്കാൻ ചെയ്യാൻ താലൂക്ക് ആശുപത്രിയിൽ സംവിധാനമില്ലാത്തതിനാൽ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മൊഴി കൊടുക്കുവാനായി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെത്തി. ഗുരുതര പരിക്കുമായി വെള്ളിയാഴ്ച വൈകിട്ട് 5:30 സ്റ്റേഷനിലെത്തിയെങ്കിലും രാത്രി 11:30യോളമായി മൊഴി രേഖപ്പെടുത്തി തിരിച്ചയച്ചപ്പോൾ എന്ന് ദിലീപ് വേദനയോടെ പറഞ്ഞു. കുറുപ്പമ്പടി സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ദിലീപിന് നീതി നിഷേധിക്കപ്പെടുകയാണുണ്ടായതെന്ന് ദിലീപിന്റെ ബന്ധുവും അറിയിച്ചു. ഞാൻ CS ദിലീപിന്റെ ഭാര്യയുടെ ആങ്ങളെയാണ്. അദ്ദേഹം കുറുമ്പടിക്ക് ഒരു അപ്പോൾസ്റ്ററി വർക്ക് കട നടത്തുകയാണ്, സ്വയം തൊഴിലെന്ന രീതിയിൽ. ഞങ്ങളൊരു പട്ടികജാതി കുടുംബമാണ്. അതുകൊണ്ടാണ് നിത്യജീവനം നടത്തിക്കൊണ്ട് പോകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് കടയിൽ വന്ന് ആക്രമിക്കുകയും അദ്ദേഹത്തെ തലയ്ക്ക് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിൽ നിന്നും നീതിപൂർവമായ ഒരു സമീപനമല്ല ആ സമയത്ത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ കിട്ടിയത്. ഏകദേശം സംഭവം നടന്ന് 5:30 പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസിൽ നിന്നുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും FIR മറ്റു കാര്യങ്ങളില്ല. 11:30 സമയം ദീർഘിപ്പിച്ചു കുറുമ്പടി പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷനെ കുറിച്ച് പത്രമാധ്യമങ്ങളിലും പല രീതിയിലും ഞങ്ങൾ വായിക്കാനിടയായിട്ടുണ്ട്. ഈ പോലീസ് സ്റ്റേഷൻ സ്ഥിരം ഇത് തന്നെയാണോ? ഇവിടുത്തെ പോലീസുകാരും സഹപ്രവർത്തകരും എല്ലാവരും അടക്കം പറയുന്നില്ല, എല്ലാ രീതിയിലും മോശമായ ഒരു രീതിയാണ് പത്രമാധ്യമങ്ങളിൽ മറ്റും കാണാൻ സാധിക്കും. പൊതുപ്രവർത്തന രീതിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ CS അജ്മൽ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ബേബി കിളിയായത്ത് അധ്യക്ഷത വഹിച്ചു. ഈ കുറുപ്പമ്പടി പോലീസ് ഉചിതമായ നടപടികൾ ഇതിന് സ്വീകരിച്ചില്ല എങ്കിൽ ഇതിന് മുകളിലേക്ക് DSP ഓഫീസിലോ അല്ലെങ്കിൽ SP ഓഫീസിലേക്ക് പോയി ഇതിന് പരാതികൾ സമർപ്പിക്കുന്നതിനും സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ അസോസിയേഷനും ഇതുപോലെ തന്നെ മുൻപന്തിയിലേക്ക് വരും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. ആയതുകൊണ്ട് എത്രയും വേഗം ഈ ദിലീപിനെ ആക്രമിച്ച പ്രതിയെ കണ്ടെത്തി ഇതിൻ്റെ നടപടി സ്വീകരിച്ച് ഇതിന് അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണമെന്ന് കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന് വേണ്ടിയിട്ടും ഈ ഓട്ടോ അസോസിയേഷന് വേണ്ടും കുറുപ്പമ്പടി മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ആവശ്യപ്പെടുകയാണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോസ് നെറ്റിക്കാടൻ, പെരുമാർ നിയോജകമണ്ഡലം സെക്രട്ടറി VP നൌഷാദ്, ട്രഷറർ ബേസിൽ K ജേക്കബ്, സജു മാത്യു, K ബാലചന്ദ്രൻ,
കൂടാതെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചന്ദ്രഹാസൻ, ജില്ലാ പ്രസിഡന്റ് സതീശൻ മേനോൻ, പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി KJ എൽദോസ് എന്നിവർ സംസാരിച്ചു. നീതി തേടിയെത്തുന്ന എല്ലാവർക്കും ഒരേപോലെ തന്നെ നീതി നടപ്പിലാക്കേണ്ടവരാണ് പോലീസുകാർ. എന്നാൽ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട CS ദിലീപിന് തീർത്തും അവഗണനയാണ് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചത്. 5:30 തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചെന്ന ആളെ 11:30 മൊഴി രേഖപ്പെടുത്തി വിടുന്നത്. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ക്യാമറമാൻ ജിജോ സെബാസ്റ്റ്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.